തഹാവൂർ ഹുസൈൻ റാണ ഇപ്പം കാശ്മീരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പേരൊക്കെ അങ്ങ് വിസ്മരിച്ചോ? ഇല്ല, റാണയുടെ കാര്യം മുറ പോലെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, റാണ പോലീസ് കസ്റ്റഡി NIA കസ്റ്റഡിയിലാണല്ലോ. NIA ആസ്ഥാനത്തെ സ്പെഷ്യൽ സെല്ലിൽ അതീവ സുരക്ഷയിൽ കഴിയുകയാണ്. റാണ NIA ആവശ്യപ്പെട്ടു, എനിക്ക് എൻ്റെ ബന്ധുക്കളെ കാണണം എന്നാവശ്യപ്പെട്ടു. കാണാനൊന്നും പറ്റില്ല, അവർ അമേരിക്കയിലാണ്. ഡോക്ടറാണല്ലോ റാണയുടെ ഭാര്യ. അതെ, മക്കളെ കാണണം. 2 പെൺമക്കളും ഒരു ആൺമകനുമാണ് റാണയ്ക്കുള്ളത്. അവരെ കാണണമെന്ന് പറഞ്ഞു. കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരോട് ഫോണിലെങ്കിലും സംസാരിക്കണമെന്ന് റാണ ആവശ്യപ്പെട്ടു. നമ്മളതേക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ റാണ അതുപ്രകാരം കോടതി മുമ്പാകെ അപേക്ഷ കൊടുത്തു. അപേക്ഷ പരിഗണിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നരേന്ദർ മാനും സീനിയർ അഡ്വക്കേറ്റ് ദാൻ കൃഷ്ണനും അപേക്ഷയെ NIAക്ക് വേണ്ടി എതിർത്തു. കാരണം റാണയെ സംബന്ധിച്ച് ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ റാണയിൽ നിന്ന് ലഭിക്കാനുണ്ട്. അപ്പോൾ വീട്ടുകാരുമായി സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ അനുവദിച്ചാൽ ഞങ്ങളുടെ അന്വേഷണ പുരോഗതിയെ ബാധിക്കുമെന്ന നിലപാടാണ് NIA എടുത്തത്. അപ്പോൾ റാണ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊന്നും പറയാനില്ല, ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞ റാണ കസ്റ്റഡിയിൽ ഇപ്പോൾ വല്ലാതെ ഒരു മാറിയ മനുഷ്യനാണ്. റാണ വളരെ നല്ല രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നുണ്ട്. കാരണം പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. അറസ്റ്റ് ചെയ്ത ഉടനെ റാണ നമ്മൾ സ്റ്റേറ്റ് ബ്രീഫ് കൊടുത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, സർക്കാർ തന്നെ വക്കീലിനെ വെച്ച് കൊടുത്തു. അവരോട് ചോദിച്ചത്, എനിക്ക് അമേരിക്കയിലെ 5th അമെൻഡ്മെൻറ്റ്, നമ്മുടെ മൗലികാവകാശം പോലെ അമേരിക്കൻ ഭരണഘടനയിലുള്ള 5ാം ഭരണഘടനാ ഭേദഗതി 5th അമെൻഡ്മെൻറ്റിൻ്റെ ആനുകൂല്യം എനിക്ക് കിട്ടുമോ എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോൾ ഒന്നും പറയാതിരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ 5th അമെൻഡ്മെൻറ്റ് ഇവിടെ കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലും അത്തരം ഒരു സ്വയം തനിക്കെതിരെ തെളിവ് കൊടുക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം നമ്മുടെ നാട്ടിലും ലഭ്യമാണ് എന്ന് പറഞ്ഞു. അതനുസരിച്ച് റാണ പിടിച്ചു നിന്നു. പക്ഷേ റാണ പോകെ റാണ വല്ലാതെ ദുർബലനായി. റാണയുടെ മനോനിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ട്. കാരണം ദുഷ്ടനാണല്ലോ. ഇത്രയും ചെയ്ത ആളുകൾ അനുഭവിക്കാതെ നരകിക്കാതെ എങ്ങനെ പോകാനാണ്? അത് ആമാശയത്തിലുമൊക്കെ ഗുരുതരമായ പുണ്ണുകളോ കുരുക്കളോ ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഇയാൾക്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും മെഡിക്കൽ പരിശോധന നടത്തുന്നുണ്ട്. റാണ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഇയാളെ ഇനി ഫോണിൽ പോലും സംസാരിക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് NIA കോടതി പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച, ഇന്നലെയായിരുന്നു കസ്റ്റഡി, 18 ദിവസത്തെ കസ്റ്റഡി തീർന്നു കഴിഞ്ഞപ്പോൾ NIA പറഞ്ഞു, ഞങ്ങൾക്ക് ചോദ്യം ചെയ്യൽ ആദ്യത്തെ ദിവസങ്ങളൊന്നും ഇയാൾ സഹകരിച്ചിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, റാണയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് 12 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടി. അപ്പോൾ കോടതി ചോദിച്ചത്, ഇയാളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള തെളിവുകൾ മുഴുവൻ കിട്ടിയോ? അപ്പോൾ NIA പറഞ്ഞു, ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ ഇയാൾ ഒന്നും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വല്ലതുമൊക്കെ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, കൂടുതൽ വിവരങ്ങൾ അണർത്ത് ചെയ്യാനുണ്ട്, കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുണ്ട്. മാത്രമല്ല, ഇയാളെ പുഷ്കറിൽ, ആഗ്രയിൽ, മുംബൈയിൽ, കേരളത്തിൽ ഉൾപ്പെടെ കൊണ്ടുപോകാനുണ്ട്. ഇതിന് ട്രാവലും മറ്റ് സംവിധാനമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് 1 മാസം കൂടി കസ്റ്റഡിയിൽ കിട്ടണമെന്നാണ് NIAയുടെ ആവശ്യം. UAPA അനുസരിച്ച് അത്ര ഒരു 14 ദിവസമല്ല, അതിൽ കൂടുതൽ കസ്റ്റഡിയിൽ കിട്ടാനുള്ള പ്രൊവിഷനുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയ പ്രമാദമായ കേസാണ്. മുംബൈയിൽ തന്നെ 3-4 സ്ഥലങ്ങളിലാണ് ഭീകരാക്രമണം നടന്നത്. പിന്നെ ഇയാൾ പോയ സ്ഥലങ്ങളിലൊക്കെ പോകണം, അവിടെ സാക്ഷികളെ കൊണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ ഉള്ളതുകൊണ്ട് സമയം നീട്ടിക്കിട്ടുമെന്നുള്ള വിശ്വാസം NIAക്കുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, 12 ദിവസം കൂടി കസ്റ്റഡി എന്ന് പറയുമ്പോൾ മെയ് മാസം 15-ാം തീയതി വരെയാണ് കസ്റ്റഡി. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പം ഇന്ന് 29, നാളെ 30, മറ്റന്നാൾ 1-ാം തീയതി. അപ്പോൾ ഒരു 15 ദിവസം കൂടിയാണ് ഇനി കസ്റ്റഡിയിൽ ഉണ്ടാവത്തുള്ളൂ ഈ മെയ് മാസത്തിൽ. അപ്പോൾ മിക്കവാറും മെയ് ആദ്യത്തെ ആഴ്ച റാണയെ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട്, അതായത് തെളിവെടുപ്പിന് വേണ്ടി കൊച്ചിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറേ കാലമായി കേൾക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. കൊച്ചിയിലെ താജ് ഹോട്ടലിലാണ് 2008 നവംബർ 26-ന് വന്ന് താമസിച്ച്, അല്ല, നവംബർ 26-ന് മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് 10 ദിവസം മുമ്പ്, അതായത് നവംബർ 16-ന് റാണ വന്ന് താമസിച്ചു. 17-ന് തിരിച്ചു പോയി. എമിഗ്രേഷൻ സർവീസസ് നടത്തുന്ന ഇയാളുടെ സ്ഥാപനത്തിൻ്റെ മേൽവിലാസത്തിലാണ് മുറിയെടുത്തത്. അവിടെ ഇരുന്ന് റാണ കുറേ ആളുകളെ കോൺടാക്ട് ചെയ്തിട്ട് 16ഓളം ആളുകളെ ഫോൺ ചെയ്തു എന്നാണ് പറയുന്നത്. ചിലത് കൊച്ചിയിലുള്ള നമ്പറുകളുണ്ട്, കൊച്ചിക്ക് പുറത്തുള്ള നമ്പറുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിലെ ഒരു വനിത കൊച്ചിയിലെ ഒരു സെലിബ്രിറ്റിയാണ്, നടി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നു. നടി ആണോ അല്ലയോ എന്നതിനെക്കുറിച്ച് നമ്മൾ അത്രയും കൃത്യമായി നമ്മൾ പറയുന്നില്ല. സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു സ്ത്രീയെ താജിലെ മറൈൻ ഡ്രൈവിലുള്ള ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ പേരുകളൊന്നും നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ വയ്യ, അതാണ് പ്രശ്നം.
കാരണം NIAയുടെ കയ്യിലുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ചില ഇൻപുട്സ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും പറഞ്ഞു. അത് ഏതാണ്ട് ശരിയായി വരുന്നുണ്ട്. ബാക്കി എല്ലാവരും അത് കൺഫേം ചെയ്യും. നമ്മളാണ് ഇതൊക്കെ ബ്രേക്ക് ചെയ്തത്. അത് ബാക്കി എല്ലാ ചാനലുകളും അത് ഏറ്റെടുക്കുകയും എല്ലാ മാധ്യമങ്ങളും അത് കൊണ്ടാടുകയും ചെയ്തിട്ടുണ്ട്. ഒരു റിട്ടയേർഡ് ജഡ്ജി, ആ ജഡ്ജിയെക്കുറിച്ച് ഏതാണ്ട് സൂചനകളൊക്കെ നമുക്കറിയാം. ജഡ്ജിയുടെ പേരറിയാം. ഒരുപാട് പേര് നമ്മുടെ ജഡ്ജിയുടെയും ഈ സെലിബ്രിറ്റിയുടെയും പേര് ചോദിച്ച് വിളിക്കുന്നുണ്ട്. അത് നമ്മളായിട്ട് പറയുന്നതിൻ്റെ ഒരു അനൗചിത്യം എന്ന് പറയുന്നത്, ഇതൊരു NIAയുടെ കയ്യിലുള്ള പേരാണ്. പല കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. കാരണം ഈ നാളെ ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന പേരുകാർക്ക് ഇതിനകത്ത് പങ്കൊന്നും ഇല്ല എന്ന് കണ്ട് അന്വേഷണ ഏജൻസി ആ പേരുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളത് പറയുന്നത് പിന്നെയും ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കിടക്കും. അവർക്ക് അതുമൂലം ഉണ്ടാകുന്ന ഡാമേജ് വളരെ വലുതാണ്. അപ്പോൾ ഇത് സ്ഥിരീകരിച്ചിട്ട് NIA ഈ പേരുകാരെ ഈ വരുന്ന ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിക്കട്ടെ. റാണയെ വന്ന് കണ്ട ആളായതുകൊണ്ട് ഉറപ്പായിട്ടും ഈ സെലിബ്രിറ്റിയെ, ഈ നടിയെങ്കിൽ നടി, അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ യുവതിയെ, 2008 ആ സ്ത്രീക്ക് ഏതാണ്ട് 40-ൽ താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു സ്ത്രീ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു സംശയം, ഈ തഹാവൂറിലാണ് കൊച്ചിയിൽ വരുന്നത്. കൊച്ചിയിൽ വന്നിട്ട് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി വന്നതാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. ഇയാൾ പാകിസ്ഥാൻകാരനാണെന്ന് തെളിയുന്നു. പാകിസ്ഥാൻകാരനായിരുന്നു. പാകിസ്ഥാൻ ആർമിയിലെ ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നീട് കനേഡിയൻ പൗരത്വം എടുത്തു. എന്നിട്ട് അമേരിക്കയിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ ഇവിടെ വന്ന് കുച്ചുവല ചോദ്യം ചെയ്യൽ പാകിസ്ഥാൻ്റെ ബന്ധങ്ങൾ പുറത്തു വരും എന്നൊരു ഘട്ടത്തിലല്ലേ ഇപ്പോൾ കാശ്മീരിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വന്നാൽ ഈ സംഭവങ്ങളുമായിട്ട് മലയാളികൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, കൊച്ചിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ ഉയർന്നു വരും. കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കൊച്ചിയിൽ നിന്ന് ചിലരെ റിക്രൂട്ട് ചെയ്തു എന്ന്, അതിന് ചിലർ ഇടനിലക്കാരായി നിന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാശ്മീർ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് അങ്ങനെ കണക്ഷൻസ് കേരളത്തിലും വരാൻ സാധ്യതയില്ലേ? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. അല്ല, റാണ ഒരു തവണ വന്നതേ നമുക്കറിയാവുള്ളൂ. അതായത് അതിനു മുമ്പ് 16-ാം തീയതി നവംബർ 16 വന്നു, 17 ചെക്കൗട്ടായി. പക്ഷെ ഒക്ടോബർ മാസത്തിൽ കാശ്മീരിലെ കുപ്വാരയിൽ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടലിൽ നമ്മുടെ മലയാളി ചെറുപ്പക്കാർ ഭീകര സംഘടനയെ ചേർന്നവർ ഇന്ത്യൻ പട്ടാളത്തിന് വെടികൊണ്ട് മരിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഹെഡ്ലി, ദാവൂദ് ഗിലാനി എന്ന് പറയുന്ന ഹെഡ്ലി കേരളത്തിൽ പലതവണ വന്നിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിലെ പല നഗരങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലിയും റാണയും ചേർന്ന്, ഹുസൈൻ റാണയും ദാവൂദ് ഗിലാനി എന്ന ഹെഡ്ലിയും തമ്മിലുള്ള ഒരു ബന്ധം, ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ട് പ്രവർത്തിച്ചത്, ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ എക്സിക്യൂഷൻ നടത്തുന്നതിന് തൊട്ട് മുമ്പാണ്, അതായത് നവംബർ 26-ന് മുംബൈ ഭീകരാക്രമണം നടപ്പാക്കാനുള്ള നടപ്പാക്കൽ പ്രക്രിയ ഉണ്ടല്ലോ, അതിന് 10 ദിവസം മുമ്പാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് പലയിടത്തു നിന്നായി പല ആളുകളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഹെഡ്ലി ആണെങ്കിൽ എന്തിനാണ് നിരവധി തവണ കൊച്ചിയിൽ വന്നത്, തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കൊച്ചിയിൽ വന്നു? ഒരു പക്ഷേ മുംബൈ പോലെയുള്ള ഒരു ഭീകരാക്രമണത്തിന് ഒരു കേന്ദ്രമായി കൊച്ചിയെ ഇവർ ആലോചിച്ചിരുന്നു. കാരണം കൊച്ചി വളരെ പ്രധാനപ്പെട്ടതാണ്. സദേൺ നേവൽ കമാൻഡ് ഇവിടെയാണ്, ഇന്ത്യയുടെ സൈനിക നാവിക കേന്ദ്രം ഇവിടെ ഉള്ളതുകൊണ്ട് അത്തരത്തിലൊരു ആക്രമണം പ്ലാൻ ചെയ്തിരുന്നു. അതീവ ഈ സമാനമായ മുംബൈയിലെ വർളി കടപ്പുറത്തോ മറ്റാണല്ലോ ഇവർ വന്നിറങ്ങിയത്, കൊളാബായ്ക്കടുത്തോ മറ്റോ. അവിടെ മത്സ്യബന്ധന ഗ്രാമത്തിൽ വന്നിറങ്ങിയതൊക്കെയാണ്, നമ്മളത് വിശദമായിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിറങ്ങിയതിന് ശേഷം അവരാരുടെയും ശ്രദ്ധയപ്പെടാതെ എങ്ങനെ പോകുന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നതാണ്. ലോക്കലായിട്ടുള്ള സഹായം കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ അങ്ങനെ നമ്മുടെ തീരദേശത്ത്, കൊച്ചിയുടെ തീരദേശത്ത് ഈ പറയുന്നത് പോലെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാദറിംഗ് ഇല്ല. അതായത് ഈ ചെല്ലാനം മുതൽ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി മുതൽ മുനമ്പം വരെയുള്ള തീരം, ആ തീരത്തുടർക്കും ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ഡോമിനൻ്റ് ആയിട്ടുള്ള മുസ്ലിം ജനങ്ങൾക്ക്, സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു തീരദേശ ഗ്രാമം കൊച്ചിയിലില്ല. അപ്പോൾ പ്രാദേശികമായ സപ്പോർട്ടിന് മുംബൈയിൽ കിട്ടിയ അതേ പിന്തുണ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കാം. ഒരു പക്ഷേ അത് കൂടെ കണക്കിലെടുത്ത് ഒരു പക്ഷേ കൊച്ചിയിലെ ഒരു ഓപ്പറേഷൻ ഉപേക്ഷിച്ചായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ പ്ലാൻ എ പ്ലാൻ ബി ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ അത് എല്ലാത്തിനും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പ്ലാൻ എ എന്ന് പറയുന്നത് 100 വരെ മിനിമം 100 വരെയെങ്കിലും കൊല്ലുക, മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊല്ലുക എന്നൊരു പ്ലാൻ എ ഉണ്ടായിരുന്നു. അത് അബോർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് എന്നാൽ കുറച്ച് ഹിന്ദുക്കളെങ്കിലും സെലക്ട് ചെയ്ത് കൊല്ലുക എന്നുള്ള പ്ലാൻ ബി നടപ്പാക്കിയതെന്നുള്ള അവിടുത്തെ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ NIA കണ്ടെത്തി നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെ മുംബൈ നടന്നില്ലെങ്കിൽ മറ്റൊരിടത്ത്
അങ്ങനെ 1-2 പ്ലാൻ. ഇതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മാൻ പവർ ഇൻവെസ്റ്റ് ചെയ്യണം. പാകിസ്ഥാനിൽ നിന്ന് 10 പേരെ ബോട്ടെ കയറ്റി കൊണ്ടുപോകുന്നല്ലോ. പിന്നെ പണമുണ്ട്. അപ്പോൾ ഇതിനു മുന്നിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും നടക്കണം. ഒരു സ്ഥലത്ത് നടന്നില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഹിറ്റ് ചെയ്യാന്നുള്ള തരത്തിൽ പ്ലാൻ ചെയ്താണ് ഇവർ വരുന്നത്. അപ്പോൾ ഏതായാലും റാണ കൊച്ചിയിലേക്ക് വരികയാണ്. കഴിഞ്ഞ മാസം 23-നോ 24-നോ, ഈ കഴിയുന്ന മാസം, ഈ ഏപ്രിൽ അവസാനത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇയാളുടെ നിസ്സഹകരണം കൊണ്ട് നടക്കാതെ പോയി. അപ്പോൾ മെയ് 15 വരെയാണ് കസ്റ്റഡി. 10-ാം തീയതിക്ക് അടുപ്പിച്ച് 10-ാം തീയതിക്ക് 1-2 ദിവസം മുമ്പോ അല്ലെങ്കിൽ 1-2 ദിവസം മുന്നോട്ട് തള്ളിയോ റാണയെ കൊച്ചിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ കേരളം കാത്തിരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് റാണ മറൈൻ ഡ്രൈവിലെ താജ് ഹോട്ടലിൽ താമസിച്ച് ആർക്കൊക്കെയാണ് ഫോൺ ചെയ്തത്, അതിന് ഉത്തരവാകും. ആരൊക്കെ കണ്ടിട്ടുണ്ട്, റിക്രൂട്ട്മെൻറ്റ് എന്ന പേരിൽ റാണ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് അതറിയാം. അയാൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് മുറിക്കകത്ത് വന്ന് അടച്ചിരിക്കുമായിരുന്നില്ല. കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. ലോബിയിലിരുന്ന് ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സെലിബ്രിറ്റി, വന്നു കണ്ട സെലിബ്രിറ്റിയെ ഒരുപക്ഷെ അന്ന് വിളിച്ചു വരുത്തിയാൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒക്കെ കേരളം മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ് ആ നടി ആരാണെന്നുള്ളത്. നടിയാണെന്ന് ഞാനിപ്പോഴും ഉറപ്പിച്ച് പറയുന്നില്ല. സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റില്ല. സെലിബ്രിറ്റി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും നടിയെ നമുക്ക് നടിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉടനെ അറിയാൻ പറ്റും. ജഡ്ജിയുടെ പേര് കുറച്ച് പേർക്കൊക്കെ അറിയാം. ആ പേര് ഉറപ്പിക്കാൻ കഴിയും. ഏതായാലും റാണ അടുത്ത 10-12 ദിവസത്തിനകം കൊച്ചിയിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.